പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ തുരങ്കമുണ്ട്. അതിപ്പോഴും അവിടെ പോകുമ്പോ തക്കലയില് പണ്ട് ഈ ഭൂമിയുടെ അടി കൂടെ പോകാനുള്ള വഴി ഇപ്പോഴും അവിടെ ഒരു പോർഷൻ അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷെ ഇവിടെ എവിടെ വന്ന് കേറുന്നൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയോടോ അമ്മൂമ്മയോടോ ഒക്കെ എപ്പോഴും കൊട്ടാരത്തിലില്ല അല്ലെ? അതുപോലെ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചും ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളായിരിക്കും. ആ ബി നിലവറ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം നശിക്കും, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളോട് ആരെങ്കിലും അല്ലെങ്കിൽ കാലത്ത് ബി നിലവറ ഇല്ല അറിഞ്ഞൂടാ അല്ല ഇത് ഞങ്ങൾ കേട്ട കഥകൾ, ഇതുപോലെയുള്ള ഏതെങ്കിലും കഥകൾ ആ കാലഘട്ടത്തില് അമ്മൂമ്മമാരോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന്റെ പുറകിലെ കടലാണ്. അപ്പൊ പണ്ടിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു പോറ്റി ഇങ്ങനെ മോതിരം മുക്കി കടലാണെന്നൊക്കെ ഇങ്ങനെ പഴയ ഇതുപോലെ ഈ ബി നിലവറയെ പറ്റി പറയുന്ന പോലെ ഈ കഥകള്. പിന്നെയാണ് മനസ്സിലാക്കിയത് പുറകെ കടലൊന്നും അല്ലാന്ന്, സാധാരണ ഭിത്തി തന്നെയാണ്. അതെന്തായിരുന്നു ആ കഥ ഒന്ന് പറയൂ? അതായത് പുറകിൽ കടലാണ്, ഈ പോറ്റി മോതിരം മുക്കിയെടുത്തപ്പോ വെള്ളം കിട്ടിയെന്നൊക്കെയാണ് പണ്ട് ഓരോ ഇങ്ങനെ കഥ പറയുന്നത് അല്ലേ. പിന്നെ അവിടെ ഈ റിപ്പയറിന് വന്നപ്പോൾ ഈ എമർജൻസി ലാമ്പ് അടിച്ച് നോക്കി പോറ്റി പുറകെ കൂടെ. അപ്പൊ ഞാൻ ചോദിച്ചു പോറ്റി, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കാണിച്ചുതരാന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പുറകെ കൂടെ നടന്ന് കാണിച്ചു തന്നു. ഇവിടെ കടലൊന്നും ഇല്ല. അങ്ങനെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കഥകൾ ഉണ്ടാവില്ലേ? നമ്മള് ഈ രാജകുടുംബാംഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേട്ടുകേൾവി മാത്രമുള്ള കഥകളൊക്കെ ഉണ്ടാവില്ലേ? പഴയ ഹിസ്റ്ററിയുടെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ കുളച്ചൽ യുദ്ധത്തിന്റെ കാര്യവും പിന്നെ അങ്ങനത്തെ, അല്ലാതെ ഈ രഹസ്യ കഥകളൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ശരി, അപ്പൊ നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങിയാലോ? അങ്ങോട്ട് എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ഈ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ലിഫ്റ്റ് ഉള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. ആ ലിഫ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? വർക്കില്ല, നമുക്ക് കാണാല്ലേ, പഠിക്കണ്ടേ. ഇപ്പൊ ഈ വീട്ടില് എത്ര പേര് താമസിക്കുന്നുണ്ട്? ഇവൻ ഈ കൊട്ടാരത്തിൽ ഇപ്പോ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? വല്യമ്മ, അമ്മ, വലിയച്ഛൻ, ഇപ്പോഴ് ഞാന്, വൈഫ്, 2 കുട്ടികൾ. ഇത്രയും പേരാണുള്ളത്. നമ്മള് പണ്ട് കുട്ടികളായിരിക്കും പറയില്ലേ, ഇത്രയും വലിയ വീട്ടില് ഇത്രയും കുറച്ച് ആൾക്കാരായിട്ടിരിക്കുമ്പോഴത്തേക്കും രാത്രിയൊക്കെ തന്നെ ഇരിക്കാൻ പേടിയാവുമെന്ന്. രാത്രിയിൽ തന്നെ അല്ലല്ലോ, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കാറുള്ളല്ലേ? പല പല മുറികളിലേക്ക് പോകാറില്ലല്ലേ? രാത്രി പിന്നെ ഇടയ്ക്കൊന്നും നടക്കും. അപ്പൊ എനിക്ക് പേടിക്കാനായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, കുട്ടികൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. കുട്ടികൾക്ക് ചില സമയത്ത് ചിലപ്പോ കാറ്റിന്റെ സൗണ്ട് ഒക്കെ കേൾക്കും. ഈ പഴയ തടിയല്ല, അപ്പൊ അതിങ്ങനെ ടിക് 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 സൗണ്ട് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോ പേടി വരണമെങ്കിൽ പേടി വരാം. ഏതായാലും അവരിതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? പിന്നെ അത് നമ്മുടെ ഇമാജിനേഷനല്ലേ, നമ്മുടെ ഇമാജിനേഷനെ കൊണ്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രിയില് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു, പേടിക്കുന്നു എന്നൊക്കെ. ഇതാണ് ലിഫ്റ്റ്. തുറന്നോളൂ. ശരി, എനിക്ക് പേടിയാണ് ഇങ്ങനെ തുറന്നോളൂ. തുറക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. തിരിച്ചു. ഓ യെസ്, അങ്ങനെയാണ്.